മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായുള്ള ഈ ധ്യാനചിന്തയുടെ 2-ാം ദിവസത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. സ്വർഗരാജ്യത്തിലെ മഹത്വമേറിയ തിരുക്കുമാരൻ്റെ സിംഹാസനത്തിനരികെ അമ്മറാണിയായി പരിലസിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ ഈ തിരുനാളിൽ ധ്യാനിക്കുകയാണ്. സ്വർഗം മാനിക്കുന്ന, സ്വർഗം വലിയ പ്രതിഫലം കൊടുക്കുന്ന ഒരു അമ്മറാണിയായ മറിയത്തെ നമ്മൾ ഈ തിരുനാളിൽ ധ്യാനിക്കുമ്പോൾ ഈ 2-ാം ദിവസം ഈ അമ്മയുടെ ശിരസിലേക്ക് ഈ വലിയ ബഹുമാനത്തിൻ്റെ കിരീടം സ്വർഗം ചാർത്തുവാൻ അമ്മയ്ക്ക് കാരണമായി തീർന്ന 2ാമത്തെ ഒരു വലിയ വിശേഷണത്തെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. എങ്ങനെയാണ് മറിയം ഈ സ്വർഗ കിരീടത്തിന് അർഹയായി തീർന്നത്? അവളുടെ ജീവിതത്തിൻ്റെ 2ാമത്തെ ഒരു വലിയ പ്രത്യേകത, അത് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമാകട്ടെ. അത് ഇതാണ്: മറിയം ഒരു നല്ല ഭാര്യയായിരുന്നു. ഈ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭാര്യയായിരുന്നു മറിയം. അങ്ങനെ വിജയം ഭരിച്ച ഒരു ഭാര്യ, ജീവിതത്തിൽ വിജയിച്ച ഒരു ഭാര്യയാണ് മറിയം. അങ്ങനെ വിജയിച്ച ഒരു ഭാര്യയ്ക്ക് സ്വർഗം കൊടുക്കുന്ന ഒരു കിരീടമാണ് ഈ സ്വർഗാരോപണത്തിൽ പരിശുദ്ധ അമ്മയുടെ ശിരസിൽ ചാർത്തുന്ന ഈ കിരീടം. ഈ കിരീടത്തിന് അങ്ങനെ ഒരു അവകാശം കൂടിയുണ്ട്. വിജയം വരിച്ച ഒരു ഭാര്യയുടെ പ്രതിഫലമാണത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഒരു ഭാര്യ കൂടിയായിരുന്നു. നമ്മുടെ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആദ്യ ഏടുകളിൽ മറിയത്തെക്കുറിച്ചുള്ള വിവരണം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ നസറത്ത് എന്ന പട്ടണത്തിൽ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കന്യകയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മറിയത്തെ വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത് ജോസഫിൻ്റെ ഭാര്യയായിട്ടാണ്, ജോസഫിൻ്റെ സഹധർമ്മിണിയായിട്ടാണ് സ്വർഗം മറിയത്തെ പരിചയപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മറിയത്തെ സുവിശേഷം പരിചയപ്പെടുത്തുന്ന ഒരു ഭാവമാണ് ഭാര്യ എന്നുള്ള അവളുടെ ജീവിതത്തിൻ്റെ ഒരു തലം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഈ മറിയം ഭർത്താവിൻ്റെ ആ വലിയ വിശ്വസ്ത ഭാര്യയായിട്ട് ജീവിക്കുന്ന ഒരു മറിയത്തെയാണ് നമ്മൾ ബൈബിളിൽ കാണുക. വിവാഹ ഉടമ്പടിയൊക്കെ കഴിഞ്ഞെങ്കിലും ജോസഫ് വന്ന് മറിയത്തെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല. നാളുകൾ ഏറെ കഴിഞ്ഞു. ബൈബിളിൻ്റെ ഒരു പഠനമനുസരിച്ച് ധ്യാനിച്ചാൽ മറിയത്തിൻ്റെ വിവാഹ വാഗ്ദാനം കഴിഞ്ഞിട്ടിപ്പം മാസങ്ങളായി. 3 മാസത്തോളം അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഇതുവരെ ജോസഫ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ ധ്യാനിക്കുന്ന ഒരു വലിയ രഹസ്യം, തൻ്റെ ജീവിത പങ്കാളിയായ ജോസഫിനെ അങ്ങേയറ്റം സ്നേഹിച്ച് ദൈവം എനിക്ക് തന്ന ജീവിത പങ്കാളിയാണ് ജോസഫ് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അത് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് മനസ്സുകൊണ്ട് സ്വീകരിച്ച് ശരീരത്തിൽ സ്വീകരിച്ച് അങ്ങനെ മറിയം അതീവ വിശുദ്ധയായി തൻ്റെ ആ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെയും തൻ്റെ മനസ്സിൻ്റെയും തൻ്റെ ആത്മാവിൻ്റെയും പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറിയം ഇങ്ങനെ അവളുടെ ഭവനത്തിൽ കഴിയുകയാണ്. ഈ പരിശുദ്ധമായ ഈ ഒരു കാത്തിരിപ്പിൻ്റെ, തൻ്റെ ജീവിത പങ്കാളി തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള ആ പ്രതീക്ഷയോടെ മറിയം ഇങ്ങനെ കഴിയുന്നൊരു കാലമാണ് മംഗളവാർത്തയുടെ ദൂത് മറിയത്തിൻ്റെ അരികിലെത്തുന്നത്. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അരികിലെത്തുന്നത് ആ കാലഘട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പരിശുദ്ധ കന്യകാ മറിയം, ഭാര്യ എന്ന ഈ മറിയം, അവൾ തൻ്റെ ഭാര്യ എന്ന ദൗത്യത്തിൽ അങ്ങേയറ്റം ശാന്തതയോടെ അങ്ങേയറ്റം വിശ്വസ്തയോടെ ജീവിച്ചിരുന്ന ഒരു മകളായിരുന്നു, ഒരു ഭാര്യയായിരുന്നുവെന്ന് സുവിശേഷം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അവൾ കളങ്കമില്ലാത്തവളാണ്, അവൾ പുരുഷനെ അറിയാത്തവളാണെന്നുള്ള അവളുടെ വാക്യം അത് സ്വർഗം സാക്ഷിക്കുകയാണ്. അത് സത്യമായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ഭാര്യയായിരുന്നു മറിയം. അവളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവളിൽ
അവളിൽ നന്മയുണ്ടായിരുന്നുവെന്ന് സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒത്തിരി നന്മകൾ നിറഞ്ഞ, ഈ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ നിറഞ്ഞ ഒരു ഭാര്യയായിരുന്നു മറിയം എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറിയം എന്ന ഭാര്യയെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം ഇന്നേ ദിവസം. ഈ നസ്രത്തിലെ മറിയം എന്ന ഭാര്യ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഉത്തമയായ ഭാര്യയെക്കുറിച്ച് ധ്യാനിക്കും. മറിയത്തിൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ധ്യാനിക്കാൻ നല്ലൊരു വചനഭാഗമാണിത്. പ്രിയപ്പെട്ടവരെ, ഉത്തമയായ ഭാര്യയെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 18 അധ്യായത്തിൽ 22 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ, അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ഉത്തമയായൊരു ഭാര്യയെ കിട്ടുന്നത് വലിയ അനുഗ്രഹം, ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് കർത്താവിൻ്റെ ദാനമാണ് എന്നാണ് സുവിശേഷം കൃത്യമായി പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയുടെ അരികിലിരുന്ന് ലോകത്തോട് സംസാരിക്കുന്നത് ഈ ഒരു കാര്യമാണ്: എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് മറിയത്തെ കിട്ടി എന്നതാണ്. യൗസേപ്പ് എപ്പോഴും ലോകത്തോട് പറയുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ രഹസ്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം ഈ മറിയമാണ്. ഈ മറിയം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത്. ഇത് ജോസഫിൻ്റെ പറയാതെ പറയുന്ന ജീവിത രഹസ്യമാണ്. ജോസഫ് നിരന്തരം ഉദ്ഘോഷിക്കുന്ന, ലോകത്തോട് പറയുന്ന ഒരു വലിയ രഹസ്യമാണ്. യൗസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങളുടെ എല്ലാം കാരണം എന്താ? അത് ഈ മറിയവുമായുള്ള വിവാഹമാണ്. ജോസഫ് മറിയത്തെ വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രമാണല്ലോ ജോസഫ് എന്ന കഥാപാത്രം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇടം പിടിച്ചത്. അവൻ്റെ പേരും അവൻ്റെ ജീവിതത്തിൻ്റെ നിയോഗവുമെല്ലാം ഈ സുവിശേഷത്തിൽ എഴുതപ്പെട്ടത് അവൻ മറിയത്തിൻ്റെ കരം പിടിച്ചു എന്നതാണ്, മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു എന്നതാണ് ജോസഫിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, ഭാര്യ മുഖേന, മറിയം മുഖേന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജന്മമാണ് ജോസഫിൻ്റെ ജന്മം. പ്രിയപ്പെട്ടവരെ, ഈ ഭാര്യയോടുള്ള കടമ, ആ ദൈവത്തോടുള്ള കടമ, ഇത് രണ്ടും ഏറ്റവും ശ്രേഷ്ഠമായി സ്വീകരിച്ച് ജീവിച്ച് ഭാഗ്യപ്പെട്ട ഒരു വ്യക്തിയാണ് മാർ യൗസേപ്പ് പിതാവ്. പ്രിയപ്പെട്ടവരെ, ജോസഫിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ഈ മറിയം എന്നുള്ള ആ ജീവിത പങ്കാളി. മറിയത്തിലൂടെയാണ് ജോസഫിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊക്കെ കിട്ടിയത്. ഉണ്ണിയെ കരങ്ങളിലെടുത്തിട്ട് ജോസഫ് മാനവകുലത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ കയ്യിൽ ഈ ഉണ്ണിയെ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഈ ദൈവപുത്രനെ എൻ്റെ കരങ്ങളിൽ വഹിക്കാൻ, ഈ ദൈവപുത്രനെ കരങ്ങളിലെടുത്ത് താലോലിക്കാൻ, അവനെ ഈശോ എന്ന് പേരിട്ട് വിളിക്കാൻ, അവന് വേണ്ടി അധ്വാനിക്കാൻ, അവന് അന്നമുട്ടിക്കൊടുക്കാൻ, അവനെ തൊഴിൽ പഠിപ്പിക്കാൻ, അവൻ്റെ അപ്പനെന്ന് ഈ പ്രപഞ്ചത്തിൽ വിളിക്കപ്പെടാനൊക്കെ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഒറ്റ കാരണം കൊണ്ടാണ്: ഈ മറിയത്തെ കൂട്ടുപിടിച്ചത് കൊണ്ടാണ്. മറിയമെന്ന ഭാര്യ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം കിട്ടിയത്. ഈ സ്വർഗത്തിൻ്റെ ആ വലിയ രഹസ്യങ്ങൾ എൻ്റെ കരങ്ങളിലേക്ക്, തിരുക്കുമാരൻ എൻ്റെ കരത്തിലേക്ക് കരാൻ കാരണം ഈ മറിയമെന്ന ഭാര്യയുടെ ഗുണം കൊണ്ടാണ്, അവളുടെ പുണ്യം കൊണ്ടാണ്, അവളുടെ സാന്നിധ്യം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, മറിയം ജോസഫിന് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് മറിയം വലിയ ഭാഗ്യമായി, ജോസഫിൻ്റെ ഭാഗ്യമാണ് മറിയമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉത്തമയായൊരു ഭാര്യ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണത്, ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും വചനത്തിൽ വായിക്കുന്നുണ്ട്, പ്രഭാഷകൻ്റെ പുസ്തകം 26:2 വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കുന്നു. ജോസഫിൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവൻ്റെ മരണം പോലും ഭാഗ്യപ്പെട്ട മരണമായിട്ടാണ് സഭ വാഴ്ത്തുക. നൽമരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് ജോസഫിനെ വാഴ്ത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏറ്റവും ഭാഗ്യപ്പെട്ട മരണം ഈ ജോസഫിന് കിട്ടാൻ കാരണം എന്താ? ജോസഫിന് ഉത്തമയായൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നതാണ്. മറിയം എന്നുള്ള ഭാഗ്യം ജോസഫിനോട് ചേർക്കപ്പെട്ടു എന്നത് തന്നെയാണ് അതിൻ്റെ ഏക വലിയ രഹസ്യം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 25:23 നമ്മളിങ്ങനെ വായിക്കും: ഭാര്യ ഭർത്താവിൻ്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഭർത്താവിൻ്റെ കരങ്ങൾക്ക്
തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്താതിരിക്കുന്നത് ഉത്തമയായൊരു ഭാര്യയാണെന്ന് പറയുക. ജോസഫിൻ്റെ ഒരു വലിയ ജീവിത രഹസ്യമാണ്. ജോസഫിൻ്റെ കൈകൾ ഒരിക്കലും തളർന്നിട്ടില്ല. ജോസഫിൻ്റെ കാലുകൾ ഒരിക്കലും ദൗർബല്യം ബാധിച്ചിട്ടില്ല. എപ്പോഴും ജോസഫ് അധ്വാനിക്കുന്നൊരു ജോസഫ് അങ്ങനെ ജീവിതത്തിൽ നേരം വെളുക്കുമ്പോൾ മുതൽ ഇരുട്ടുവോളം തൻ്റെ പണിശാലയിലിരുന്ന് പണി ചെയ്യുന്നൊരു നല്ല തച്ചനെയാണ് ജോസഫിൻ്റെ നമ്മൾ കാണുക. അവൻ്റെ കാലുകൾക്കൊരിക്കലും ക്ഷീണം സംഭവിക്കുന്നില്ല. എതിരെല്ലാമായി ജോസഫ് അലഞ്ഞു നടക്കുക. അങ്ങ് നസറത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക്, ബെത്ലഹേമിൽ നിന്ന് അന്യരാജ്യമായ ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് വീണ്ടും നസറത്തിലേക്ക്, അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ എത്രയോ വർഷം ഈ ജോസഫ് എന്ന ഭർത്താവ് ഇങ്ങനെ തളരാതെ നടക്കുന്നു, ക്ഷീണിക്കാതെ അധ്വാനിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഈ ഭർത്താവ് തളരാതെ അങ്ങനെ കഠിനാധ്വാനത്തിൻ്റെ മനുഷ്യനായി ജീവിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 25-23 പറയുന്നു, അതിൻ്റെ രഹസ്യം ഉത്തമയായൊരു ഭാര്യയാണ്. മറിയം എന്നുള്ള ഭാര്യയാണ്. മറിയത്തിൻ്റെ സാന്നിധ്യമാണ്, മറിയത്തിൻ്റെ ആ നന്മയാണ് ജോസഫിനെ തളരാതെ മുന്നോട്ട് നയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഉത്തമയായ ഭാര്യയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മറിയത്തിൽ ഒരു നല്ല ഭാര്യയെ കാണുന്ന എല്ലാ ഗുണവിശേഷങ്ങളും നമ്മൾ കാണുകയാണ്. നമ്മൾ 31-ാം അധ്യായത്തിൽ ഉത്തമയായ ഭാര്യയെക്കുറിച്ചുള്ള ദീർഘമായ വിവരണം നമ്മൾ വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അവൾ രത്നത്തേക്കാൾ അമൂല്യത്രേ. ഭാര്യ, ഉത്തമയായ ഭാര്യ രത്നത്തേക്കാൾ അമൂല്യയാണ് എന്നാണ് വചനം പറയുക. മറിയം എന്നുള്ള ആ വലിയ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിശേഷം, ഈ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രത്നം, ഏറ്റവും നല്ല മാണിക്യമാണ് മറിയം. മറിയം എന്ന മാണിക്യം. ജോസഫ് മറിയത്തെ അങ്ങനെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അത്രയും ശ്രേഷ്ഠയായിരുന്നു മറിയം. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വസിക്കും, അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കും. ഈ ഒരു ഉത്തമയായ ഭാര്യയെ കണ്ടെത്തിയാൽ അവൻ്റെ ഹൃദയം അവളിൽ വിശ്വസിക്കും. അങ്ങനെ ജോസഫിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്, ജോസഫ് മറിയത്തെ വിശ്വസിച്ചു. മറിയത്തെ വിശ്വസിച്ചവളാണ് ജോസഫ്. മറിയം പറഞ്ഞതെല്ലാം, അവളുടെ ഹൃദയം പറഞ്ഞതെല്ലാം ജോസഫ് വിശ്വസിച്ചു. അത് സത്യമായിരുന്നു കേട്ടോ. ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്നും എൻ്റെ ഉദരത്തിലുള്ള ശിശു ദൈവപുത്രനാണെന്നുമുള്ള രഹസ്യം അത് മറിയത്തിനെ അറിയൂ. മറിയത്തിന് മാത്രമേ അറിയൂ. താൻ ദൈവദൂതനെ കണ്ടെന്നും ദൈവദൂതൻ്റെ ആ വലിയ വെളിപ്പെടുത്തലിലൂടെ സ്വർഗം തന്നിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ സ്വർഗത്തിൻ്റെ തിരുക്കുമാരനെ തൻ്റെ ഉദരത്തിൽ നിക്ഷേപിച്ചുവെന്നും മറിയം പറയുമ്പോൾ ജോസഫ് അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഉത്തമയായൊരു ഭാര്യ പറയുന്നത് ഭർത്താവ് വിശ്വസിക്കുമെന്നുള്ള, അവൻ ഹൃദയത്തിൽ അത് വിശ്വസിക്കുമെന്നുള്ള ആ വലിയ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സത്യം മറിയത്തിൻ്റെ ജീവിതത്തിൽ, യൗസേപ്പിൻ്റെ ജീവിതത്തിലും നമ്മൾ വായിച്ചെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹൃദയത്തിൽ മറിയത്തെ ചേർത്ത് പിടിച്ച് വിശ്വസിച്ച ജോസഫ്, അവനെന്ത് സംഭവിച്ചു? തുടർന്നുള്ള വചനം അവന് സംഭവിക്കുകയാ. അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിച്ചു. ഈ മറിയത്തെ വിശ്വസിച്ചത് കൊണ്ട് ജോസഫിൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജോസഫ് മറിയത്തെ ഉപേക്ഷിക്കാൻ ഇങ്ങനെ പദ്ധതിയിടുന്ന ഒരു രംഗം ബൈബിളിലുണ്ടല്ലോ. മറിയത്തെ ഇങ്ങനെ സ്വീകരിക്കുന്നതിൽ ആശങ്കപ്പെട്ട അസ്വസ്ഥനായൊരു ജോസഫ് ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെയാണ് വചനത്തിൽ വായിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം, നല്ലവളും വിവേകിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. പ്രഭാഷകൻ്റെ പുസ്തകം 7:19 പറയുന്ന വാക്യമാണ്, നല്ലവളും വിവേകിയുമായ ഭാര്യയെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പ്രിയപ്പെട്ടവർ, ഇതേ വചനമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ സ്വർഗം ജോസഫിനോട് പറയുക, ജോസഫേ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. ഈ വചനം, പഴയ നിയമത്തിൻ്റെ ആ വചനം, അത് ആൾരൂപം ധരിച്ച വ്യക്തിയാണ് മറിയമെന്ന് പറഞ്ഞുകൊണ്ട്, നല്ലവളും വിവേകിയുമാണ് മറിയമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം മറിയത്തെ ജോസഫിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവളെ സ്വീകരിക്കണം, ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മറിയമെന്നുള്ള ഭാര്യയുടെ മഹത്വം സ്വർഗം ജോസഫിലൂടെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം വീണ്ടും 31-ാം അധ്യായത്തിലൂടെ പറയുന്നു, അവന് നന്മ മാത്രം ചെയ്യുന്നു. മറിയത്തിൻ്റെ ജീവിതം ജോസഫിന് ഒരു ഭാര്യ എന്ന നിലയിൽ നന്മ മാത്രം ചെയ്തു കടന്നുപോയൊരു ജീവിതമാണ്. അവളിൽ നിന്ന് ഒരിക്കലും ഒരു തിന്മയോ ഒരു വേദനയോ ജോസഫിനുണ്ടായിട്ടില്ല. നമ്മൾ വചനത്തിൽ വായിക്കും, എന്നും ജോസഫിന് വിധേയപ്പെട്ട്, ജോസഫിനെ മാനിച്ച്, ജോസഫിനെ 1-ാം സ്ഥാനത്ത് നിർത്തി. പ്രിയപ്പെട്ടവരെ,
പ്രിയപ്പെട്ടവരെ, ജീവിച്ചവളായിരുന്നു മറിയം. മറിയത്തിൻ്റെ വാക്കുകളിൽ പോലും അത് കൃത്യമായി കാണാമല്ലോ. ഉണ്ണീശോയെ കണ്ടെത്തി കഴിയുമ്പോൾ 3 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം വേദനയോടെ ഹൃദയത്തിൽ തുളച്ചു കയറിയ വാളുമായി മറിയം ദേവാലയത്തിൽ തൻ്റെ തിരുക്കുമാരനെ കണ്ടെത്തി കഴിയുമ്പോൾ മറിയം തൻ്റെ വേദനയുടെ ആ വാൾമുനത്തുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാ: മകനേ, നിൻ്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ജോസഫിനെ ഒന്നാം സ്ഥാനത്ത് നിർത്തി ജോസഫിൻ്റെ വേദനയെ, ജോസഫിൻ്റെ അലച്ചിലിനെ, ജോസഫിൻ്റെ ഉത്കണ്ഠയെ ഒന്നാമത് നിർത്തിക്കൊണ്ട് മറിയം തിരുക്കുമാരൻ്റെ മുമ്പിൽ തൻ്റെ ഭർത്താവിനെ മാനിക്കുന്ന ഉത്തമയായ ഭാര്യയായി നിലനിൽക്കുന്ന ഒരു വലിയ ചരിത്രം ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, മറിയം എപ്പോഴും തൻ്റെ ഭർത്താവിനെ മാനിച്ചിരുന്ന, അവന് വിധേയപ്പെട്ടിരുന്ന ഒരു ഭാര്യയായി ബൈബിളിൽ നമ്മൾ കാണും. ഭർത്താവിനെ എപ്പോഴും ശിരസായിട്ട് വെച്ച് ഉയർത്തി കാണിക്കുന്ന ഒരു ഉത്തമയായ ഭാര്യയായി മറിയത്തെ നമ്മൾ ബൈബിളിൽ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ ഉത്തമയായ ഭാര്യയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൾ നൂല് നൂൽക്കും, അവളുടെ കുടുംബാംഗങ്ങൾക്ക് ഇരട്ട വസ്ത്രങ്ങൾ നൽകും, അതവളെ മഞ്ഞുകാലത്ത് സംരക്ഷിക്കുമെന്ന്. മറിയത്തെക്കുറിച്ചുള്ള പാരമ്പര്യത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം, മറിയം ഒരു തയ്യൽക്കാരിയായിരുന്നുവെന്നാണ്. അവൾ ഇങ്ങനെ ഒരു തുന്നൽക്കാരിയായിരുന്നു മറിയം. അങ്ങനെ മറിയം തുന്നിക്കൊടുത്ത ആ ഒരു തയ്യൽ കൂടാതെ നെയ്യപ്പെട്ട ഒരു കുപ്പായം ഈശോയ്ക്കുണ്ടായിരുന്നുവെന്ന് പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകന്, തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ വസ്ത്രങ്ങൾ നെയ്തു കൊടുത്തിരുന്നു മറിയമെന്ന് ഈ പാരമ്പര്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. ഈശോയുടെ ആ തിരുവസ്ത്രം, തുന്നൽ കൂടാതെ നെയ്യപ്പെട്ട ആ വസ്ത്രം, അത് അമ്മ മറിയം നെയ്തു കൊടുത്തതായിരുന്നുവെന്ന് പാരമ്പര്യങ്ങളിൽ ധ്യാനിക്കുന്നുണ്ട്. ഉത്തമയായൊരു ഭാര്യയുടെ അടയാളമായിട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ്: അവൾ കുടുംബാംഗങ്ങൾക്ക് വിശേഷ വസ്ത്രങ്ങൾ നെയ്തു കൊടുക്കും, മഞ്ഞുകാലത്ത് സംരക്ഷിക്കാൻ ഇരട്ട വസ്ത്രങ്ങൾ കൊടുക്കും. മനോഹരമായ പൊതുവേദിയിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ തൻ്റെ കുടുംബാംഗങ്ങൾ, തൻ്റെ ഭർത്താവും മകനും ഒക്കെ നിൽക്കാൻ തക്ക വിധത്തിൽ ആരും ശ്രദ്ധാർഹമായ നല്ല വസ്ത്രങ്ങൾ അവൾ നെയ്തു കൊടുക്കുമെന്ന് ഈ സുഭാഷിതങ്ങളുടെ പുസ്തകം വായിക്കുക. മറിയമെന്ന ഭാര്യയുടെ ഒരു വലിയ പ്രത്യേകത ഇതായിരുന്നു: അവൾ കുടുംബാംഗങ്ങളെ അന്തസ്സോടെ നിർത്തിയിരുന്നു. ജനമധ്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ താൻ മൂലം അഭിമാനത്തോടെ നിൽക്കണമെന്ന് മറിയത്തിനൊരു വാശിയുണ്ടായിരുന്നുവെന്ന് നമുക്ക് ഈ വചനത്തോട് ചേർത്ത് വെച്ച്, ഈ പാരമ്പര്യങ്ങളോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാൻ പറ്റും. മറിയം ജോസഫിൻ്റെ നല്ല ഭാര്യയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മളിങ്ങനെയാണ് വായിക്കുക: അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരികയുള്ളൂ. ഉത്തമയായ ഭാര്യയെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുക, അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ. നമ്മൾ മറിയമെന്ന സ്ത്രീയുടെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന ഓരോ വാക്കുകളും നമ്മളെടുത്ത് ധ്യാനിക്കണം. എത്രയോ വലിയ ജ്ഞാനമാണ് സുവിശേഷം മറിയത്തിലൂടെ നൽകുക. മറിയ സംസാരിച്ചതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളായിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് അവൾ ഉദ്ഘോഷിച്ചതെല്ലാം. പ്രിയപ്പെട്ടവരെ, അവളുടെ വാക്കുകൾ എപ്പോഴും ജ്ഞാനമായിരുന്നു. അവൻ പറയുന്നത് പോലെ ചെയ്യുക, യേശു പറയുന്നത് പോലെ ചെയ്യുക. എത്രയോ ശ്രേഷ്ഠമായ സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും ചാലിച്ചെഴുതിയ ഒറ്റ വാക്കാണത്: ഇതാ കർത്താവിൻ്റെ ദാസി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ബലഹീനരെ ഉയർത്തുന്നു, എളിയവരെ ഉയർത്തുന്നു, ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴ്ത്തിക്കളയുന്നു എന്നൊക്കെ മറിയം ഇങ്ങനെ ഉദ്ഘോഷിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ വലിയ ജ്ഞാനമാണ് പ്രിയപ്പെട്ടവരെ മറിയത്തിൻ്റെ അധരങ്ങളിൽ നിന്ന്, ഒരു ഭാര്യ എന്ന നിലയിൽ അവളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരിക. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പറയുന്നു: അവളുടെ വാക്കുകൾ ദയാമസൃണമാണ്, അവളുടെ ഉപദേശം ദയാമസൃണമാണ്. ആ ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട് എന്ന് വചനം പറയുക. മറിയത്തിൻ്റെ വാക്കുകൾ എപ്പോഴും ദയ നിറഞ്ഞതാണ്. എപ്പോഴും കരുണയോടെ, വാത്സല്യത്തോടെ, ഒരു മാതൃഭാവത്തോടെ സംസാരിക്കുന്ന മറിയം. അതുകൊണ്ടാണല്ലോ നമ്മൾ കാനായിൽ പറയുന്നത്, ആ വലിയ സങ്കീർണമായ വേദനയുടെ ആ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ മറിയം അവരോട് പറയുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ചുരുങ്ങിയ വാക്കുകളിൽ എത്രയോ ശാന്തമായി, എത്രയോ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അമ്മ സംസാരിക്കുകയാണ്. അങ്ങനെ ഉത്തമയായൊരു സ്ത്രീ, ഉത്തമയായൊരു ഭാര്യയാണ് മറിയമെന്നുള്ള വലിയ ആ ഒരു
സുഭാഷിതങ്ങളുടെ വ്യാഖ്യാനം മറിയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. തുടർന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത, ഉത്തമയായ ഭാര്യയുടെ പ്രത്യേകത ഇതാണ്: അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കും, അവളുടെ ഭർത്താവും അങ്ങനെ തന്നെ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്തമയായ ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വിശേഷണമാണ് അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം പറയാ, അവളുടെ മക്കൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കും. മറിയം എന്ന ഭാര്യയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ വാഴ്ത്തതല്ലേ? മറിയം തന്നെ പറയുന്നുണ്ട്, തലമുറകൾ ഇനി എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈ വരാനിരിക്കുന്ന തലമുറകൾ, പ്രപഞ്ചമുള്ള കാലത്തോളം സകല തലമുറകളും, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ മുതൽ എന്നുള്ള വാക്യത്തിനൊരു വലിയ അർത്ഥമുണ്ട്, അതിനൊരു വലിയ രഹസ്യമുണ്ട്. അതെന്താ? അവളുടെ ഭർത്താവും ഇപ്പോൾ ഉള്ളവനാ. ഇപ്പോൾ ഈ മറിയം ഇത് സംസാരിക്കുമ്പോൾ ജോസഫ് മറിയത്തിൻ്റെ അരികിലുണ്ട്. അവളുടെ ഭർത്താവും അങ്ങനെ തന്നെ ചെയ്യുന്നു എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയും. എങ്ങനെ ചെയ്യും? അവളെ വാഴ്ത്തും. അതായത് ഇപ്പോൾ മുതൽ, ജോസഫിൻ്റെ തലമുറ മുതൽ എല്ലാ തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഉത്തമയായൊരു ഭാര്യയെ ഭർത്താവും പിന്നീട് വരുന്നവളുടെ തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് വചനം കൃത്യമായിട്ട് പറയുക. മറിയം ഉത്തമയായൊരു ഭാര്യയായിരുന്നു എന്നതിൻ്റെ എല്ലാ തെളിവുകളും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഈ ഉത്തമയായ ഭാര്യയെക്കുറിച്ചുള്ള ആ വചനത്തിൻ്റെ ധ്യാനത്തിൽ ഇങ്ങനെ മറഞ്ഞു കിടപ്പുണ്ട്. മറിയത്തിൻ്റെ ഒരു ഭാര്യ എന്ന നിലയിലുള്ള വലിയ മഹത്വം മുഴുവനും ഈ വചനത്തിൽ ഇങ്ങനെ മറഞ്ഞു കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ജോസഫും മറിയവും ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ ഭർത്തു ജീവിതം നയിച്ചവരാണ്. നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ രംഗമാണല്ലോ, ദൈവപുത്രൻ ഇങ്ങനെ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് പിറക്കുമ്പോൾ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഈ ദൈവപുത്രനെ ആദ്യമായി, ദൈവത്തെ മനുഷ്യരൂപത്തിൽ ഈ ലോകം ആദ്യമായി ദർശിക്കുന്നത് എവിടെയാ? അത് കാലിത്തൊഴുത്തിലാണ്. കാലിത്തൊഴുത്തിൽ സ്നേഹമുള്ളൊരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും നടുവിൽ ശിശുവായി പിറന്നു കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ് നമ്മൾ കാണുക, ദൈവപുത്രനെ. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഈ ലോകത്തിന് കാണിച്ചു തരുന്ന ദൈവപുത്രനെ കാഴ്ചയിൽ, ആ ദൈവപുത്രനെ കാണാൻ വരുന്നവരെല്ലാം കാണുന്നൊരു കാഴ്ച ഇതാണ്: ദൈവപുത്രൻ്റെ ഇടതും വലതുമായി സ്നേഹമുള്ള ഒരു ഭർത്താവും സ്നേഹമുള്ളൊരു ഭാര്യയും നിൽക്കുകയാണ്. അവരുടെ നടുവിൽ നിൽക്കുന്നൊരു ദൈവം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ താളുകളിലും ദൈവത്തെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ ദൈവത്തെ കാണുമ്പോൾ ആ ദൈവത്തിൻ്റെ ഇടതും വലതും ഇതുപോലെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ആദം എന്ന ഭർത്താവും ഹവ്വ എന്ന ഭാര്യയും, ഇവർ രണ്ടുപേരുടെയും നടുക്ക് നിൽക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഒരേ രംഗത്തിലാ, സ്നേഹമുള്ളൊരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും നടുവിൽ നിൽക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ഭർത്താവും ഭാര്യയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നൊരു വലിയ സാദൃശ്യമാണ്. ദൈവത്തിൻ്റെ തോളോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ. എന്നാൽ പഴയ നിയമത്തിൽ അടുത്ത രംഗത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഇങ്ങനെയാണ്: ദൈവം ഈ ഭാര്യയും ഭർത്താവിനെ അന്വേഷിച്ച് വരികയാണ് തോട്ടത്തിലേക്ക്. അവരെവിടെ പോയി? അവർ ഈ തോട്ടത്തിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണും, ഒളിച്ചിരിക്കുന്നതായിട്ട് കാണും. അവരെ കാണുന്നില്ല. ദൈവം അവരെ കാണാതെ ഇങ്ങനെ അന്വേഷിച്ച് തിരക്കി നടക്കുക. ആദം, നീ എവിടെയെന്ന് ചോദിച്ച് ദൈവം ഇങ്ങനെ തിരക്കി നടക്കുന്നത് നമ്മൾ കാണുക. പുതിയ നിയമത്തിൽ ഈ രണ്ടാമത്തെ രംഗത്തിൽ നമ്മൾ കാണും, അവിടെയും ഒരു അന്വേഷണമുണ്ട്, 3 ദിവസത്തെ അന്വേഷണം. അവിടെ നമ്മൾ കാണുന്നൊരു പ്രത്യേകത എന്താ? അവിടെ ദൈവം മറഞ്ഞിരിക്കുക, ദൈവം ദേവാലയത്തിൽ മറഞ്ഞിരിക്കുക. അവിടെ ഈ ഭാര്യയും ഭർത്താവും കൂടെ ഈ ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്, തിരുക്കുമാരനെ അന്വേഷിച്ച് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു മഹത്വം ഇതാണ്. ആദ്യത്തെ ഉൽപ്പത്തിയുടെ താളുകളിൽ ദൈവം മനുഷ്യനെ അന്വേഷിച്ച് നടക്കുന്നു. അവൻ മറഞ്ഞിരിക്കുക ദൈവത്തിൽ നിന്ന് മറഞ്ഞു പോകുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന, മാറിപ്പോകുന്ന ഭാര്യയും ഭർത്താവും. എന്നാൽ ഇവിടെ ഈ ഉത്തമയായ ഭാര്യയും ഭർത്താവും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നത് നമ്മൾ കാണുക. ദൈവത്തെ തേടി തേടി നടക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും.
ജോസഫ് എന്ന ഭർത്താവിനെ, മറിയം എന്ന ഭാര്യയെ ഏറ്റവും ശ്രേഷ്ഠരാക്കി മാറ്റുന്നത് ഈ ഒരു രംഗത്താണ്. ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, എല്ലായിടത്തും ദൈവത്തെ ഇങ്ങനെ തേടി നടക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. അവരുടെ ജീവിതം മുഴുവൻ അതായിരുന്നു, ദൈവത്തെ തേടിയുള്ള ജീവിതം, ദൈവത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, അവനെ കണ്ടെത്തി സായുജ്യമടയുന്ന ഒരു ഭാര്യയും ഭർത്താവും. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിൻ്റെ ഈ സ്വർഗാരോപണ തിരുനാളിൻ്റെ ആ വലിയ ഒരുക്കത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് നമുക്ക് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മറിയം എന്ന ഭാര്യയെ നമ്മൾ ഈ 2-ാം ദിവസം ധ്യാനിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ തേടുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവട്ടെ. അങ്ങനെ ദൈവത്തെ എത്തി സായുജ്യമടഞ്ഞ് ദൈവം നൽകുന്ന വലിയ മഹത്വത്തിൻ്റെ സമ്മാനത്തിന് അർഹരാകുന്ന നല്ല ഭാര്യ ഭർത്താക്കന്മാർ ഈ ലോകത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദാമ്പത്യ ബന്ധങ്ങളെ, ആടിയുലയുന്ന ദാമ്പത്യ ബന്ധങ്ങളെ, വിശ്വസ്തത നഷ്ടപ്പെട്ട ദാമ്പത്യ ബന്ധങ്ങളെ, വേർപാടിൻ്റെ വക്കിൽ നിൽക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളെയൊക്കെ നമുക്കിന്ന് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.